നമസ്കാരം. നരേന്ദ്രമോദി കേരളത്തിൽ വന്ന് മടങ്ങിയിരിക്കുന്നു. കേരളത്തിൽ തൃശ്ശൂരിൽ അദ്ദേഹം നാരി ശക്തി സംഗമം എന്ന ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി തന്നെയാണ് എത്തിയത്. മറ്റ് രാഷ്ട്രീയ പരിപാടികളൊന്നും അദ്ദേഹത്തിന് കേരളത്തിൽ ഉണ്ടായിരുന്നില്ല, തൃശ്ശൂരിൽ ഉണ്ടായിരുന്നില്ല. ബിജെപിയുടെ വനിതാ സംഘടനയായ മഹിളാ മോർച്ച സംഘടിപ്പിച്ച നാരി ശക്തി സംഗമം എന്ന പരിപാടി ഉദ്ഘാടനം ചെയ്യുവാൻ വേണ്ടി മാത്രമാണ് നരേന്ദ്രമോദി എത്തിയത്. തലേ ദിവസം അദ്ദേഹം തമിഴ്നാട്ടിലുണ്ടായിരുന്നു. തമിഴ്നാട്ടിൽ നിന്നും നേരെ നരേന്ദ്രമോദി കേരളത്തിലേക്ക് എത്തുകയായിരുന്നു. കേരളത്തിൽ അദ്ദേഹത്തിന് മറ്റ് രാഷ്ട്രീയ പരിപാടികളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. എന്നാൽ തൃശ്ശൂരിൽ നാരി ശക്തി സംഗമം ഉദ്ഘാടനം ചെയ്യുവാനെത്തിയ നരേന്ദ്രമോദിക്ക് കൃത്യമായ ഒരു രാഷ്ട്രീയ ലക്ഷ്യമുണ്ടായിരുന്നു. അത് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി മത്സരിക്കുന്നു തൃശ്ശൂരിൽ നിന്നും. സുരേഷ് ഗോപിയുടെ വിജയം ഉറപ്പാക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തിന് വേണ്ടി മാത്രമാണ് നരേന്ദ്രമോദി തൃശ്ശൂരിൽ പറന്നിറങ്ങിയത്. നാരി ശക്തി സംഗമം എന്ന പരിപാടിയുടെ ഉദ്ഘാടനം ഈ തെരഞ്ഞെടുപ്പിന് അനുബന്ധമായി തന്നെയാണ് പ്ലാൻ ചെയ്തിരുന്നത് എന്നുള്ളതാണ് ഏറെ എടുത്തു പറയേണ്ട വസ്തുത. തൃശൂർ ലോക്സഭാ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ക്രൈസ്തവ വോട്ടുകൾക്ക് ഭൂരിപക്ഷമുള്ള മേഖല തന്നെയാണ്. ഇപ്പോൾ അവിടെ ജയിച്ചിരിക്കുന്ന MP UDFന്റെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്ന TN പ്രതാപൻ തന്നെയാണ്. എന്നാൽ കോൺഗ്രസിലെ TN പ്രതാപനും സുരേഷ് ഗോപിയും തമ്മിൽ വളരെ നേരിയ വോട്ടിന്റെ ഒരു വ്യത്യാസത്തിൽ മാത്രമാണ് സുരേഷ് ഗോപിയെ തറപറ്റിച്ചുകൊണ്ട് TN പ്രതാപൻ അന്ന് ജയിച്ചു കയറിയത്. ആ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ TN പ്രതാപന് അനുകൂലമായ ഘടകം എന്താണെന്ന് വെച്ചാൽ, കേന്ദ്രത്തിൽ നരേന്ദ്രമോദിയെ എതിർക്കുന്നതിന് വേണ്ടി ഒരു കാരണവശാലും ഇവിടെയുള്ള CPM-കാരെ തുണച്ചതുകൊണ്ട് ഒരു കാര്യമില്ല എന്ന് മനസ്സിലാക്കിയ ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെ വോട്ട് കൺസോൾട്ടേഷൻ നടന്നു എന്ന് തന്നെയാണ് പറയുന്നത്. ഇങ്ങനെ കൺസോൾട്ടേഷൻ നടന്നതിന്റെ പേരിൽ മാത്രമാണ് കേരളത്തിൽ നിന്നും 19 MP-മാരെ കോൺഗ്രസിന് പാർലമെന്റിലേക്ക് എത്തിക്കാൻ സാധിച്ചത് എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിച്ചത്. അത് ഏറെക്കുറെ ശരിയാണ്. BJP ന്യൂനപക്ഷ സമുദായങ്ങൾക്കെതിരാവുന്നു, അതുകൊണ്ട് കോൺഗ്രസിന് ശക്തി പകർന്നാൽ മാത്രമേ BJPയെ, നരേന്ദ്രമോദിയെ കേന്ദ്രത്തിൽ എതിർക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള ധാരണ കേരളത്തിൽ പ്രചരിപ്പിച്ചതിനാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലും മറ്റു ഘടകകക്ഷികളും ചേർന്ന് അത്തരത്തിൽ ഒരാശയം പ്രചരിപ്പിച്ചതിനാൽ മതന്യൂനപക്ഷങ്ങളുടെ വോട്ടിംഗിൽ കൺസോൾട്ടേഷൻ നടന്നു. അതുകൊണ്ട് തന്നെയാണ് സുരേഷ് ഗോപിക്ക് തൃശ്ശൂരിൽ തോൽക്കേണ്ടതായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നത് എന്ന് തന്നെയാണ്. എങ്കിലും 2,93,000-ൽ അധികം വോട്ടാണ് സുരേഷ് ഗോപി നേടിയത് എന്ന് ഓർക്കുമ്പോൾ തീർത്തും അത് വോട്ടിംഗ് ശതമാനം നോക്കുമ്പോൾ നല്ലൊരു വോട്ട് തന്നെയായിരുന്നു. കക്ഷി രാഷ്ട്രീയ മതഭേദമന്യേ സുരേഷ് ഗോപിക്ക് തൃശ്ശൂരിൽ നിന്നും വോട്ടുകൾ നേടാനായി എന്ന് തന്നെയാണ് അത് ചൂണ്ടിക്കാണിച്ചത്. ഇക്കാരണങ്ങളെല്ലാം കൂട്ടി വായിക്കുമ്പോൾ സുരേഷ് ഗോപി ഇക്കുറി തൃശ്ശൂരിൽ നിന്നും BJPയുടെ സ്ഥാനാർത്ഥിയായി ലോക്സഭയിലേക്ക് എത്തിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് നരേന്ദ്രമോദി തൃശ്ശൂരിലേക്ക് പറന്നെത്തിയത്. എന്നാൽ ഇതിനിടയിൽ കേരളത്തിൽ ഒത്തിരി വിവാദങ്ങൾ ഉണ്ടാകുന്നു. നരേന്ദ്രമോദി സംബന്ധിച്ച നാരി ശക്തി സംഗമം എന്ന പരിപാടിയിൽ കേരളത്തിലെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന സ്ത്രീരത്നങ്ങൾ പങ്കെടുക്കുകയുണ്ടായി. ചലച്ചിത്ര നടിയും നർത്തകിയുമായ ശോഭന, ഇന്ത്യയുടെ ഏറ്റവും മികച്ച അത്ലറ്റ് റാണി എന്ന് വിശേഷിപ്പിക്കുന്ന PT ഉഷ, ക്രിക്കറ്റ് താരം മിന്നുമണി, വസ്ത്രവ്യാപാര രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച ബീന കണ്ണൻ, ഗായികയും തന്ത്രിവാദ്യ വിദഗ്ധയുമായ വൈക്കം വിജയലക്ഷ്മി, അടുത്ത കാലത്ത് തന്റേതായ നിലപാടുകൾ കൊണ്ട് കേരളത്തിന്റെ സാമൂഹ്യ രാഷ്ട്രീയ മണ്ഡലത്തിൽ ഏറെ വിവാദമാക്കപ്പെട്ട, ശ്രദ്ധയാകർഷിക്കപ്പെട്ട മറിയക്കുട്ടി, ഇങ്ങനെ നിരവധി സ്ത്രീകൾ പങ്കെടുത്ത ചടങ്ങ് തന്നെയായിരുന്നു തൃശ്ശൂരിൽ അരങ്ങേറിയത്. എന്നാൽ ഇതിലേറ്റവും കൂടുതൽ വിവാദത്തിലേക്ക് നയിച്ചത് നടി ശോഭനയെ തന്നെയാണ്. ഇക്കഴിഞ്ഞ നവംബറിൽ തലസ്ഥാനത്ത് നടന്ന കേരളീയം എന്ന പരിപാടിയിലും ശോഭന പങ്കെടുത്തിരുന്നു. ശോഭനയ്ക്കൊപ്പം സകലകലാവല്ലഭൻ എന്നറിയുന്ന ഇന്ത്യയുടെ അഭിമാനതാരമായ കമലഹാസൻ, കേരളത്തിന്റെ അഭിമാനതാരങ്ങളായ മമ്മൂട്ടി, മോഹൻലാൽ എന്നിവരും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. കൂട്ടത്തിൽ ശോഭനയും ഉണ്ടായിരുന്നു. എന്നാൽ ശോഭന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാർ സംഘടിപ്പിച്ച കേരളീയം എന്ന പരിപാടിയിൽ സംബന്ധിച്ചു കഴിഞ്ഞപ്പോൾ അവർക്കെതിരെ യാതൊരു തരത്തിലും ആക്ഷേപങ്ങൾ ഉണ്ടായിരുന്നില്ല. അവർ ഇടതുപക്ഷ അനുഭാവി തന്നെയാണ് എന്നാണ് CPM-കാർ വിചാരിച്ചിരുന്നത്. CPM അണികൾ അങ്ങനെ തന്നെയാണ് വിശ്വസിച്ചിരുന്നത്. എന്നാൽ കലാകാരന്മാർ ഇത്തരം രാഷ്ട്രീയ പരിപാടികളിൽ പങ്കെടുക്കുമ്പോൾ അവർക്ക് ഏതെങ്കിലും വിധത്തിൽ അത്തരം രാഷ്ട്രീയ
ചായ്വുണ്ടായത് കൊണ്ടായിരിക്കണം ഇല്ല ഇത്തരം പരിപാടികളിൽ പങ്കെടുക്കുന്നത് എന്നുള്ള ഒരു സാമാന്യ ബോധം ഒരുപക്ഷെ ഇപ്പോഴും CPM-ന്റെ അണികൾ കാണിക്കുന്നില്ല എന്ന് തന്നെയാണ്. അതുകൊണ്ടാണല്ലോ ഇപ്പോഴും അവർ സോഷ്യൽ മീഡിയകളിൽ വന്ന് ശോഭനയ്ക്കെതിരെ പൊങ്കാലയിട്ടുകൊണ്ടിരിക്കുന്നത്. പൊങ്കാല എന്ന് പറഞ്ഞാൽ ശരിയാവില്ല, ശോഭനയെ അവർ എയറിൽ കയറ്റിയിരിക്കുന്നു. ശോഭന സംഗണിയാണ് എന്നാണ് ഇപ്പോൾ അവർ പറഞ്ഞു വരുത്തുന്നത്. അതായത് ചാണക സംഗണിയാണ് ശോഭന. ശോഭനയുടെ മനസ്സിലിരിപ്പ് ഇപ്പോഴാണ് പുറത്തു വന്നത്. നരേന്ദ്രമോദി സംബന്ധിച്ച നാരി ശക്തി സംഗമം എന്ന ചടങ്ങിൽ പങ്കെടുത്തപ്പോൾ മാത്രമാണ് അവരുടെ ഉള്ളിൽ ഉറങ്ങിക്കിടന്നിരുന്ന BJP അല്ലെങ്കിൽ ചാണക സംഗണി എന്ന ആ രൂപം പുറത്തു വന്നിരിക്കുന്നത്. അത് അവർ അഭിനയിച്ച നാഗവല്ലി എന്ന കഥാപാത്രത്തെക്കാൾ വളരെ മോശമായ വികൃതമായ രൂപം തന്നെയാണ് എന്നൊക്കെ തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ശോഭനയെ കുറിച്ച് വളരെ അധിക്ഷേപകരമായ പോസ്റ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ശോഭന കേരളീയത്തിൽ പങ്കെടുത്തു കഴിഞ്ഞപ്പോൾ BJP-കാരോ അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരോ ലീഗുകാരോ മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്കാരോ ഒരിക്കലും ശോഭന ഇടതുപക്ഷ ചിന്താഗതിക്കാരാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ കളിയാക്കുന്ന തരത്തിൽ എവിടെയും ഒരു പോസ്റ്റ് നാം ആരും കണ്ടില്ല എന്നുള്ളതാണ്. അതായത് CPM അനുകൂലിക്കാത്ത, CPM-ന് താല്പര്യമില്ലാത്ത ഏതെങ്കിലും വേദികളിൽ ഏതെങ്കിലും കലാകാരന്മാർ പോകുകയാണെങ്കിൽ, അവർ CPM-ന്റെ ഏതെങ്കിലും പരിപാടികളിൽ നേരത്തെ പങ്കെടുത്തിരുന്നവരാണെങ്കിൽ തീർച്ചയായും അവരുടെ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന അല്ലെങ്കിൽ അത്തരം രാഷ്ട്രീയം ചർച്ച ചെയ്ത് അവരെ സാമൂഹ്യ മധ്യത്തിൽ അവഹേളിക്കുന്ന ഒരു നിലപാട് തന്നെയാണ് കുറെ കാലങ്ങളായി CPM-കാർ കൈക്കൊണ്ടിരിക്കുന്നത്. മമ്മൂട്ടി കൃത്യമായ രീതിയിൽ ഇടതുപക്ഷ ചിന്താധികാരൻ തന്നെയാണ്. അത് അദ്ദേഹം പലപ്പോഴും തുറന്നു പറയാറുണ്ട്. അതിന്റെ പേരിൽ ഒരു കലാകാരൻ എന്ന രീതിയിൽ മമ്മൂട്ടിയെ ആരെങ്കിലും കേരളത്തിൽ അദ്ദേഹം മാർക്സിസ്റ്റുകാരനാണ് എന്ന രീതിയിൽ എവിടെയും മാറ്റി നിർത്തപ്പെട്ടിട്ടില്ല. മമ്മൂട്ടിയെ നിറഞ്ഞ കരഘോഷത്തോടു കൂടി തന്നെയാണ് അല്ലെങ്കിൽ നിറഞ്ഞ മനസ്സോടു കൂടി തന്നെയാണ് ഒരു വലിയ കലാകാരൻ എന്ന രീതിയിൽ തന്നെയാണ് കേരളീയർ നെഞ്ചിലേറ്റിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം നോക്കിയിട്ടല്ല അദ്ദേഹത്തെ സ്വീകരിക്കുന്നത്. എന്നാൽ ഇവിടെ ശോഭന നരേന്ദ്രമോദി BJP സംഘടിപ്പിച്ചിരിക്കുന്ന ഒരു പരിപാടിയിൽ സംബന്ധിച്ചു എന്നുള്ളതിന്റെ പേരിൽ അവരെ സംഘടിയാക്കിയിരിക്കുന്നു. എങ്ങനെയൊക്കെ ഒരു സ്ത്രീയെ അവഹേളിക്കാമോ അത്തരത്തിലെല്ലാം അവരെ അവഹേളിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറെ വിചിത്രമായ വസ്തുത. ഇത് അപലപനീയം തന്നെയാണ്. ഒരുപക്ഷെ CPM അണികൾക്ക് മനസ്സിലാകാത്ത ഒരു സാംസ്കാരിക പശ്ചാത്തലം തന്നെയാണത്. ഒരു കലാകാരി ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുടെ ഏതെങ്കിലും ഒരു ചടങ്ങിൽ അവർ ക്ഷണിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ സാമൂഹ്യ പ്രതിബദ്ധത കണക്കിലെടുത്ത് മുഖ്യമന്ത്രിയോ പ്രധാനമന്ത്രിയോ എല്ലാം പങ്കെടുക്കുന്ന ഒരു ചടങ്ങിൽ സംബന്ധിക്കുകയാണെങ്കിൽ അവരെ എന്തിനാണ് കക്ഷി രാഷ്ട്രീയ ചിന്തകളിലേക്ക് വലിച്ചിഴക്കുന്നത്? CPM-ന്റെ വേദിയിൽ അവർ പങ്കെടുത്തു കഴിഞ്ഞപ്പോൾ മുഖ്യമന്ത്രിക്കൊപ്പം അവർ കേരളീയ പരിപാടിയിൽ പങ്കെടുത്തപ്പോൾ അവർ CPM-കാരിയാണെന്നോ ഇടതുപക്ഷ ചിന്താഗതിക്കാരിയാണെന്നോ ആരും എവിടെയും ഒരു ആക്ഷേപം കുറിച്ചില്ലല്ലോ. പിന്നെ എന്തുകൊണ്ടാണ് CPM-ന്റെ ഇതുപോലെ നിലവാരം കുറഞ്ഞ പോസ്റ്റുകൾ ഇടുന്ന അണികൾക്കും എവിടെ നിന്നാണ് ഇത്തരത്തിൽ ഒരു അറിവ് കിട്ടിയത്? എന്നാൽ ശോഭന ഇപ്പോൾ മറ്റൊരു തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ് വിശ്വസനീയമായ കേന്ദ്രങ്ങളിൽ നിന്നും നമുക്കറിയാൻ കഴിയുന്ന ചില സൂചനകൾ. ഇങ്ങനെ പലരും പറഞ്ഞ് എന്നെ സംഘടിയാക്കുകയാണെങ്കിൽ ഞാൻ ഇപ്പോൾ ഇവർ പറയുന്ന തരത്തിൽ തന്നെ BJP-യിൽ അംഗത്വം എടുക്കാൻ തീരുമാനിക്കുന്നു എന്നാണ് ശോഭനയോട് അടുത്ത കേന്ദ്രങ്ങൾ സൂചന നൽകുന്നത്. നരേന്ദ്രമോദി കേരളത്തിൽ തൃശ്ശൂരിലെത്തിയപ്പോൾ നാരി ശക്തി സംഗമത്തിൽ സംബന്ധിച്ചുകൊണ്ട് ശോഭന പ്രസംഗിച്ചത് ഇങ്ങനെയാണ്: ഇന്ത്യയിൽ ഇതിനു മുമ്പും പല ഭരണാധികാരികൾ ഉണ്ടായിട്ടുണ്ട്, പക്ഷേ സ്ത്രീകൾക്ക് വേണ്ടി ഇത്രയധികം കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ഭരണാധികാരിയെ, ഒരു പ്രധാനമന്ത്രിയെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. വനിതാ ബിൽ പാസാക്കിയതിന് പ്രധാനമന്ത്രിയോട് പ്രത്യേകം ശോഭന നന്ദി പറയുകയുണ്ടായി. സ്ത്രീകൾക്ക് പ്രാതിനിധ്യം കൂട്ടുന്ന കാര്യത്തിൽ നരേന്ദ്രമോദി സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്യുന്നു അതെല്ലാം ശ്ലാഘനീയം തന്നെയാണ്. താൻ പ്രധാനമന്ത്രിയോട് നന്ദി പറയുന്നു എന്ന് തന്നെയാണ് പറഞ്ഞത്. ഈ വേദിയിൽ പ്രധാനമന്ത്രിക്കൊപ്പം ഇത്രയധികം സ്ത്രീകളെ കണ്ടുകൊണ്ട്, ഇത്രയധികം സ്ത്രീകളോടൊപ്പം, ഇത്രയും പ്രത്യേകതയുള്ള പല വിഭാഗത്തിൽ നിന്നുള്ള സ്ത്രീകൾക്കൊപ്പം പ്രധാനമന്ത്രിക്കൊപ്പം ഈ വേദിയിൽ പങ്കെടുക്കുവാൻ ഒരു അവസരം നൽകിയ ഇതിന്റെ സംഘാടകരോട് ഞാൻ നന്ദി പറയുന്നു എന്ന് തന്നെയാണ് ശോഭന വളരെ സംസ്കാരപൂർണമായ ഭാഷയിൽ സംസാരിച്ചത്. ഇതാണ് ഇവിടെ ഇവരെ സംഘടനയാണ് എന്ന് പറഞ്ഞുകൊണ്ട് CPM സൈബർ സഖാക്കളെ ചൊടിപ്പിച്ചിരിക്കുന്നതിന്റെ ഏക വസ്തുത. എന്നാൽ ഇങ്ങനെ പല കോണിൽ നിന്നും, സോഷ്യൽ മീഡിയ അടക്കമുള്ള പല കോണിൽ നിന്നും തനിക്കെതിരെ ഇത്തരത്തിൽ അവഹേളനം നടക്കുന്നു, തന്നെ ചെളിവാരിയിരുന്നു, തനിക്കെതിരെ ഇത്തരത്തിൽ ഒരു സമ്മർദ്ദം ഉണ്ടായിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയ ശോഭന ഇപ്പോൾ മറ്റൊരു തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നു എന്ന് തന്നെയാണ് അവരോട് അടുത്ത കേന്ദ്രങ്ങൾ സൂചനകൾ നൽകുന്നത്. ശോഭന BJP-യിൽ അംഗത്വം എടുക്കുന്നു എന്ന സൂചനകളാണ് അവരോട് അടുത്ത ചില വക്താക്കൾ നൽകുന്നത്. ശോഭനയെ സംഘിണി എന്ന് പറഞ്ഞ് ഇങ്ങനെ ആക്ഷേപിക്കുമ്പോൾ അവർ എന്തുകൊണ്ടാണ് ഇതിൽ ഇനി ഒരു മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? ഇത് എന്റെ താല്പര്യമാണ്. ഏത് പാർട്ടിയിൽ പ്രവർത്തിക്കണം പ്രവർത്തിക്കണ്ട എന്നുള്ളത് ഒരു ഇന്ത്യൻ പൗരന്റെ സ്വാതന്ത്ര്യമാണ്, അവകാശമാണ്. അതിനെ ചോദ്യം ചെയ്യാൻ ഇവിടെ ആർക്കും അധികാരമില്ല എന്ന് തന്നെയാണ് ശോഭനയോട് അടുത്ത വ്യക്തികൾ ഇപ്പോൾ പറയുന്നത്. ശോഭന അത്തരത്തിൽ ചിന്തിക്കുന്നു.
വൈകാതെ ശോഭന BJP-യിൽ അംഗത്വമെടുക്കും എന്ന് തന്നെയാണ് അവരോട് അടുത്ത വൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അത് ഒരു കാരണവശാലും അവരെ ഇപ്പോൾ പൊങ്കാലയിട്ട് അധിക്ഷേപിക്കുന്ന CPM സൈബർ ഗുണ്ടകൾക്കോ CPM-ന്റെ അണികൾക്കോ സഹിക്കത്തക്കതായ ഒരു കാര്യമായിരിക്കില്ല. ശോഭനയുടെ ഈ നിലപാട് തീർച്ചയായും CPM-കാരെ ഞെട്ടിക്കും, അല്ലെങ്കിൽ അവർ ഞെട്ടിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ നമ്മൾ അറിയുന്ന വാർത്തകൾ. ശോഭനയോട് അടുത്ത ചില വക്താക്കളാണ് ഇത്തരം കൃത്യമായ സൂചനകൾ നൽകുന്നത്. ശോഭന BJP-യിലേക്ക് പ്രവേശിക്കുന്നു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ ശോഭനയോട് അടുത്ത വക്താക്കൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇതിന് ഔദ്യോഗികമായ സ്ഥിരീകരണം ഇതുവരെയും കിട്ടിയിട്ടില്ല. പക്ഷേ അത്തരത്തിലൊരു നീക്കം നടക്കുന്നു എന്നുള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. വളരെ അടുത്ത ബന്ധമുള്ള ആളുകളിൽ നിന്നാണ് ഇത്തരം സൂചനകൾ കിട്ടിയിരിക്കുന്നത്. CPM വെട്ടിലായിരിക്കുന്നു. അവർ പറഞ്ഞ് ശോഭനയെ സംഘിണിയല്ലാതിരുന്ന ഒരു ശോഭനയെ അവർ സംഖ്യയാക്കി മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിലൂടെ മനസ്സിലാക്കേണ്ടത്.